പേജ് നമ്പർ 10. സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികൾ പുസ്തകങ്ങൾ ശേഖരിച്ചു. ഒന്നാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങളാണ് ചുവടെ കാണുന്നത്. അവയ്ക്ക് ക്രമമായി നമ്പർ നൽകാമോ? ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങൾക്കും നമ്പർ ഉണ്ടാകും. അതുവരെ കിട്ടിയ പുസ്തകങ്ങളുടെ നമ്പറിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ കിട്ടുന്ന പുസ്തകത്തിന് നമ്പർ ഇടുക. അപ്പോൾ ഈ സ്കൂളിൽ 108 പുസ്തകങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. ഇനി അന്ന് ശേഖരിച്ച ഒന്നാമത്തെ ദിവസം ശേഖരിച്ച ബുക്കുകൾക്ക് അപ്പോൾ ആ 108 കഴിഞ്ഞ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 109, 110, 111, 112, 113, 114, 115 ഇങ്ങനെ നമ്മൾ എഴുതണം. 116, 117, 118, 119, 120, 121, 122, 123, 124 വരെ നമ്പർ ഇട്ട് കൊടുത്തു. ഇനി രണ്ടാം ദിവസം അവർ ശേഖരിച്ചത് 34 പുസ്തകങ്ങളായിരുന്നു. രണ്ടാം ദിവസം 34 ബുക്കുകൾ കിട്ടി. എങ്കിൽ അവസാനത്തെ പുസ്തകത്തിന്റെ നമ്പർ എത്ര? അപ്പൊ ഇതിന് ശേഷം നമ്മൾ 34 നമ്പർ കൂടി ഇടണം. മനസ്സിലായോ? 124 കൂടി 34 നമ്പർ കൂടി ഇടണം. അതായത് 124 കൂടി 34 കൂടി ചേർക്കുക. 124 കൂട്ടണം 34. 4 4 8, 2 3 5, 1. 158 അതാണ് അവസാനത്തെ പുസ്തകത്തിന്റെ നമ്പർ. പിന്നെ 5-ാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾക്ക് പിന്നെ 3-ാമത്തെ ദിവസത്തെ 4-ാമത്തെ ദിവസത്തെ ഇവിടെ പറയുന്നില്ല. 5-ാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾക്ക് 253 മുതൽ 256 വരേക്കുള്ള നമ്പറാണ് കൊടുത്തത്. 253, 254, 255, 256. അപ്പോൾ എത്ര പുസ്തകങ്ങളാണ് 5-ാം ദിവസം കിട്ടിയത്? 253, 254, 255, 256. അതായത് 4 പുസ്തകങ്ങളാണ് അന്നേ ദിവസം കിട്ടിയത്. മനസ്സിലായോ? അതേപോലത്തെ കണക്ക് തന്നെയാണ് സംഖ്യകൾ എത്ര എന്നുള്ളതിൽ അതിന്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. സംഖ്യകൾ എത്ര? 421 മുതൽ 430 വരെ എത്ര സംഖ്യകൾ? 567 മുതൽ 573 വരെ എത്ര സംഖ്യകൾ? 890 മുതൽ 898 വരെ എത്ര സംഖ്യകൾ? ഇങ്ങനെയുള്ള കണക്കുകളാണ് അടുത്ത് തന്നിട്ടുള്ളത്. ഈ എത്ര സംഖ്യകളാണ് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ആണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 430 വരെ എന്നല്ലേ ലാസ്റ്റ് നമ്പർ? അവസാനത്തെ നമ്പർ 430, തുടക്കം 421. അപ്പൊ 430 നിന്ന് 421 കുറയ്ക്കണം. ആ കിട്ടുന്ന ഉത്തരത്തിൽ കൂടെ 1 കൂട്ടണം. അതാണ് കറക്റ്റ് സംഖ്യ. ഇപ്പൊ 430 കുറയ്ക്കണം 421. നോക്കുക, അത് കുറയ്ക്കുമ്പോൾ 9 നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ ആ 9 അല്ല ഈ സംഖ്യകളുടെ എണ്ണം. 9 കൂട്ടണം 1 സമം 10. നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 421 മുതൽ 430 വരെ എഴുതി നോക്കൂ. അപ്പോൾ 10 ആണെന്ന് മനസ്സിലാവും. പക്ഷെ ഇത് നമ്മൾ ചെറിയ അടുത്ത സംഖ്യകളായതുകൊണ്ട് നമുക്ക് എഴുതി നോക്കി കണ്ടെത്താമെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ കണ്ടെത്തേണ്ടത് ഈ മോഡലിലാണ്, ഈ മെത്തേഡ് വെച്ചിട്ടാണ്. അതായത് അടുത്തത് ആദ്യത്തെ സംഖ്യ 567. 567 മുതൽ 573 വരെയാണ്. അവസാനത്തെ സംഖ്യ 573 ആണ്. 573 നമ്മൾ ആദ്യത്തെ സംഖ്യയായ 567 കുറയ്ക്കണം. 573 കുറയ്ക്കണം 567. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 6. ആ 6 സംഖ്യകളുടെ എണ്ണം കണക്കാക്കാൻ ഞാൻ കണ്ടെത്തിയ രീതി എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ച് ആ ഉത്തരത്തോട് 1 കൂട്ടുക. അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ച് ആ ഉത്തരത്തോടു കൂടി 1 കൂട്ടുക. അങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരം കണ്ടെത്താനുള്ള രീതി കണ്ടുപിടിച്ചത്. അല്ലേ? കണ്ടുപിടിച്ചത് അങ്ങനെയാണ്.